അതിന് നീ ഇത്രയും നേരം എവിടെയായിരുന്നു? പറയും പോലെ നീ എവിടെ ഇരുന്നോ? അതിനാ ബെഞ്ചിന് ഞങ്ങളൊരു പണി തന്നു, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിളിക്കാഞ്ഞതും. എത്ര നേരായി ഒരു മീൻ പോലും കിട്ടണില്ലല്ലോ. അല്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലൊന്നും കൊത്തൂലല്ലോ. ആരെ പറഞ്ഞ കൊത്തൂലെന്ന്? നമ്മളെ കുടുംബത്തെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയാത്തോണ്ടാണ്. ഇപ്പൊ പൊട്ടുന്നൊരു ബോംബ് അതിലൂടെ കറങ്ങുന്നുണ്ട്. അല്ല, നിനക്കിതെങ്ങനെ അറിയാം? ഒന്നും നടക്കാൻ പോണില്ല. ഈ ചർച്ച ഒന്നും ആവില്ല. ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കൂല. അവരങ്ങനെ പോകും തോന്നുന്നില്ല കേട്ടോ. അത് ഈ പുരാതന വസ്തു കൊണ്ട് കുടുംബ സ്വത്തല്ലേ, അങ്ങനെ ഒന്ന് ഐസകച്ചാൻ അത് വിട്ടുകൊടുക്കും തോന്നുന്നു. ഐസക്കെ 80 കോടി എന്നാ പറയുന്നത്. അവസാനമായിട്ട് പകുതി തരും നിനക്കും നിന്റെ പിള്ളേർക്കും. പൈസ വെച്ച് അളക്കല് ഗബ്രിയല് അപ്പനപ്പൂമാരായിട്ട് സൂക്ഷിച്ചു വെച്ച വസ്തുവാണ്. അത് നിനക്ക് കച്ചവടം ചെയ്യാനുള്ളതല്ല. എന്നാ ഇറങ്ങിപ്പോടോ. തിളക്കല്ലടാ, ഇത് നിന്റെ അത്ര തറവാട് സ്വത്തല്ല. ഐസക്കെ, ഞാനും എൻ്റെ പിള്ളേരും അത് പൊക്കും. നീ തടയാൻ പറ്റുമോ നോക്ക്. എന്തായാലും എല്ലാവരും വന്നതല്ലേ. ഇനി ഇതിലാരൊക്കെ ബാക്കി ഉണ്ടാവുമെന്ന് ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരു ഫോട്ടോ എടുത്ത് പിരിയാം.